ഹലോ ഹോമീസ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ബ്രെഡ് പിസ്സ റെസിപ്പിയാണ്. സിമ്പിളാണെന്ന് പറഞ്ഞാലും കുറച്ചൊന്നും കണ്ട, കാരണം ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വീട്ടിലുണ്ടാക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മസാല, നമ്മൾ നോർമൽ മസാലയാണ് ആഡ് ചെയ്യുന്നത്, മീനൊക്കെ വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, അത് തന്നെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി വെക്കുക. 5-10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ടേസ്റ്റ് കൂടും. പക്ഷെ ഞാനിവിടെ അത് ചെയ്യുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കുകയാണ്. കാരണം ക്ഷമയില്ല എനിക്ക്, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി തിന്നാനുള്ളൊരു ആക്രാന്തത്തിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുത്തു. മൊരിയാൻ പോലും ഞാൻ കാത്തു നിന്നില്ല, പെട്ടെന്ന് വെന്തെന്ന് കണ്ടപ്പോഴും ഞാൻ അതിനകത്തുനിന്ന് എടുത്തു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സോസ് തയ്യാറാക്കുക. സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് സോസ്. ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു, അതിനകത്തോട്ട് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ടതിൻ്റെ പുറകെ തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസോട് ഒഴിച്ചു. ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു പിസ്സ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് 4 ബ്രെഡ് നിരത്തി വെച്ചു, അതിനകത്തോട്ട് പിസ്സ സോസ് ഒഴിച്ചു. അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്തു. അതിൻ്റെ പുറത്ത് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ടു. അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ മൊസറല്ല ചീസ് ഇട്ടു. വെജീസ് ഒന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം വേറെ ഒന്നും ഞാനകത്ത് ആഡ് ചെയ്യുന്നില്ല, ആകെ ഈ ഒരു 3 സാധനങ്ങളാണ് പുറത്തിട്ടേക്കുന്നത്. എന്നിട്ടിത് ഞാൻ ഓവനിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചു, ഒന്ന് നമ്മുടെ ചീസൊന്ന് മെൽറ്റ് ആവണമല്ലോ. അങ്ങനെ ചീസൊക്കെ മെൽറ്റായി എടുത്തു. അങ്ങനെ ഞാനിവിടെ പുറത്ത് ഒറിഗാനോയ്ക്ക് പകരം പാഴ്സലിയാണ് എടുത്തത്. കാരണം ഒറിഗാനോ മേടിക്കാൻ പോയാൽ പാഴ്സലി ആയിട്ടാണ് വന്നത്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല, അത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവസാനം പിസ്സ അടിപൊളിയായിട്ട് തന്നെ വന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ട്രൈ ചെയ്യാനും മറക്കണ്ട.